മോഹൻ വർഗീസ്, എന്താണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്? ഇത് പ്രതികാര രാഷ്ട്രീയമാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിൽ, പക്ഷേ അനിൽ അങ്ങനെയല്ല, ഞങ്ങളെയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പ്രതികാര രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു അറസ്റ്റിലൂടെ എന്ത് ലക്ഷ്യമാണ് കൈവരിക്കാനുള്ളത് സംസ്ഥാന സർക്കാരിന്? മഞ്ജുഷ്, പ്രതികാര രാഷ്ട്രീയം എന്ന് പറയുന്നത് നാട്ടുനടപ്പായി മാറിയിരിക്കുന്നു. പൊളിറ്റിക്കൽ വെൻഡേറ്റ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ പാർട്ടികളും മാറി മാറി ഭരിക്കുന്ന ഒരു സംവിധാനമാണല്ലോ കേരളത്തിൽ. ഇവിടെ മുൻകാലങ്ങളിൽ ഞങ്ങൾക്കെതിരെ മറ്റ് ഭരണകക്ഷി ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളും അത് തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള രാഷ്ട്രീയമാണ്. നോക്കൂ, ഒരു ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങളുള്ളൊരു നാടായിരുന്നു കേരളം. അപ്പോൾ അത് മാറി ഇപ്പോൾ തികച്ചും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ ഈ കായിക സംസ്കാരം ഇവിടെ വരികയാണ്. കാരണം ഒരു ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം കായികമായി ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പോലീസ് ആയിക്കൊള്ളട്ടെ, ഗൺമാൻ ആയിക്കൊള്ളട്ടെ, മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന രീതി, അത് UDF ചെയ്താലും LDF ചെയ്താലും അവരവരുടെ ഭരണത്തിലുള്ളപ്പോൾ ചെയ്താൽ അത് അപലപനീയമായ കാര്യമാണ്. ഇവിടെ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ഒരു 3 മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും ആ വിഷ്വൽസ് എല്ലാം കേരള സമൂഹം കണ്ടതാണ്. സെക്രട്ടേറിയറ്റിൽ നടയിൽ നടന്ന വൻ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ രാഹുൽ മാങ്കൂട്ടം നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. സ്വാഭാവികമായി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അതിന് നേതൃത്വം നൽകി. അപ്പോൾ അവരുപയോഗിക്കുന്ന സ്വാഭാവികമായി LDFിനൊരു മാർച്ച് നടക്കുമ്പോഴും UDFിന് മാർച്ച് നടക്കുമ്പോഴും അവർ കൊടികളും കൊടിതോരണങ്ങളും കൊടി കെട്ടിയ വടികളും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായൊരു കാര്യമാണ്. അപ്പോൾ അതിന് ചുമത്തുന്ന വകുപ്പുകൾ, ഇപ്പം നമുക്കൊരു ഒരു 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 ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊരു പ്രതികാരമുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുന്ന കാര്യത്തിൽ കോടതി വളരെ കർക്കശമായ നിലപാടുകൾ അടുത്ത സമയത്ത് സ്വീകരിക്കുന്നുണ്ട്. കാരണം ഇത് നഷ്ടപരിഹാരം കെട്ടിവെക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയധികം നിർബന്ധം പുലർത്തുന്നതാണ്. അതുകൊണ്ട് പൊതുമുതൽ നശിപ്പിച്ചുകൂടാ എന്ന രീതിയിലേക്ക് സമൂഹം വരിക എന്നതുകൂടിയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വലിയ തോതിലുള്ള പ്രതിഷേധം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് തുടർന്നുകൊണ്ടുള്ള പ്രതിഷേധ സമരങ്ങളിൽ വലിയൊരു തുകയാണ്, എനിക്ക് തോന്നുന്നത് 5 കോടി മറ്റുമാണ്, വലിയൊരു തുകയാണ് നഷ്ടപരിഹാരമായി പറഞ്ഞത്. ഇത് കേവലം ചെറിയൊരു തുകയാണ്, എനിക്ക് തോന്നുന്നത് ഏതാനും ലക്ഷങ്ങൾ മാത്രമാണ്. കോടതിയിൽ പറഞ്ഞതനുസരിച്ച് 50,000 രൂപ. 50,000 രൂപ അതൊരു, കാരണം അത് ₹1 എങ്കിൽ ₹1 വിലയേറിയതാണ്. പക്ഷേ 50,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു ട്രിവിയൽ ഒരു കാര്യമാണ്. ഇവിടെ സംഭവിച്ചത് പൊതുമുതൽ എന്നതിനേക്കാൾ കൂടുതൽ അവിടെ യാത്രാ തടസ്സമുണ്ടായി എന്നത് ന്യായമായ കാര്യമാണ്. പൊതുജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ ആ പ്രധാന വീതിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. പോലീസിനെ ആക്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥർ പരിക്കേറ്റു. സ്വാഭാവികമായി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും നമ്മൾ കണ്ടതാണ്, വിഷ്വൽസിൽ നമ്മൾ കണ്ടതാണ്. ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ, ആ ഒരു കമ്പി മതിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുകയും അതിനുള്ളിൽ നിൽക്കുന്ന പോലീസുകാരെ ആയിട്ട് ബലപ്രയോഗം നടത്തുന്നതും കണ്ടതാണ്. സ്വാഭാവികമായി ഈ ഫ്ലെക്സ് ബോർഡുകളിൽ നവകേരള യാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ കീറുകയും അതിൻ്റെ പട്ടിക വലിച്ച് എടുക്കുന്നതായ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ പട്ടിക സ്വാഭാവികമായും ഇവർക്ക് വേണമെങ്കിൽ പറയാം സ്വയം പ്രതിരോധത്തെ ഉപയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാം, വാദിക്കാം, അല്ലെങ്കിൽ ആക്രമിക്കാൻ ഉപയോഗിച്ചെന്ന് വാദിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇവിടെ രക്തം വീണത്, കൂടുതലും അടി കൊണ്ടതും രക്തം വീണതും തീർച്ചയായും പോലീസുകാർക്കല്ല, യൂത്ത് കോൺഗ്രസുകാർക്ക് തന്നെയാണ്. അതിന് നേതൃത്വം നൽകിയ 4ാം പ്രതിയായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും MLA-മാരും ഒക്കെയായ പ്രതിപക്ഷ നേതാവും ഒക്കെയായ മറ്റ് 3 പേർക്ക്, 1, 2, 3 പ്രതികൾക്ക് ഇതുവരെ അറസ്റ്റ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇതിനകത്തും ഒരു സൂചനയുണ്ട്. കാരണം ഇതെല്ലാം സിംബോളിക്കാണ്. ഒരു ഭയം, ഒരു ഫിയർ സൈക്കോസിസ് പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളുടെ ഇടയിലും പ്രവർത്തകന്മാരുടെ ഇടയിലും ഒരു ഭയാശങ്ക, ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യാനായി തിരഞ്ഞെടുത്ത സമയം വെളുപ്പിന് 3 മണി സമയം. അതിൻ്റെ രീതി, സ്ത്രീകൾ മാത്രം വീട്ടിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹോദരിയും അമ്മയും ആ സമയത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതി, അത് കൊണ്ടുപോകുന്ന രീതി, ചാർജ് ചെയ്യുന്ന വകുപ്പുകൾ, അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരുതരം കാറ്റ് അമംഗ് ദ പിജിയൻസ് എന്ന മട്ടിൽ ഒരു വലിയ ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതെല്ലാം സിംബോളിക്കാണ്. എനിക്ക് തോന്നുന്നത് ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംബോളിക് മെഷേഴ്സിലൂടെ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കാം എന്ന പേടിപ്പിച്ച് നിർത്തുക എന്നുള്ള കാര്യം. ശരി, ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.